ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിശ്വഗുരുജി ഇതുപോലെ റൊമാൻസും ചെയ്തുകൊണ്ട് കോടികൾ പൊടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. പ്രജകളോ ഒരു നേരത്തെ ഭക്ഷണത്തിനായി രാജ്യത്ത് കടന്ന് അലയുകയാണ്. ആ കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ആരെങ്കിലും വിശ്വഗുരുജിയോട് ഒന്ന് പറഞ്ഞു കൊടുക്കണേ. നിങ്ങൾ പൊടിക്കുന്ന ഈ കാശ് ഈ പാവങ്ങൾക്ക് കൊടുത്താൽ അവരുടെ പട്ടിണിയെങ്കിലും മാറും. ഇവരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന നികുതി പണമാണ് നിങ്ങൾ ഈ പൊടിച്ചു കളയുന്നതും സുഖലോലുപതയിൽ റൊമാൻസ് ചെയ്തുകൊണ്ട് നടക്കുന്നതും എന്നും കൂടെ ആരെങ്കിലും നമ്മുടെ വിശ്വഗുരുജിയോട് പറഞ്ഞു കൊടുക്കണേ. കോൺഗ്രസിലെ നേതാക്കന്മാരെ ചവിട്ടി പുറത്താക്കണം. കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനം മഹാത്മാഗാന്ധിയും നെഹ്റുവും അതുപോലെ കുറെ ആൾക്കാരുടെ പ്രയത്നമാണ്. എല്ലാവർക്കും തുല്യനീതി എന്ന അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ജാതിയുടെ പേരിൽ മനുഷ്യരെ ഒറ്റപ്പെടുത്തുന്നവരുടെ ചെകിട തടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനം വളർന്നു വലുതായത്. കൊടും വർഗീയ വിഷം ചീറ്റുന്ന നീചന്മാരുടെ മുമ്പിൽ ഒരിക്കലും കോൺഗ്രസ് തോറ്റിട്ടില്ല. പക്ഷേ ഈ കാലം അത്രയും കോൺഗ്രസ് തോൽക്കാൻ കാരണം കോൺഗ്രസിനകത്തുള്ള പുഴുക്കുത്തുകൾ നിറഞ്ഞ നേതാക്കന്മാർ കാരണം മാത്രമാണ്. വർഗീയ വിഷം ചീറ്റുന്ന പുഴുക്കുത്തുകളുടെ കൂടെ നിൽക്കുന്ന കോൺഗ്രസിലെ നേതാക്കന്മാരെ ചവിട്ടി പുറത്താക്കണം. വർഗീയ വിഷം ചീറ്റുന്ന പുഴുക്കുത്തുകളെ തകർത്ത് തരിപ്പണമാക്കുവാൻ വേണ്ടിയാണ് ഇന്ത്യയിലെ കേരളത്തിലെ ജാതിഭേദമന്യേ എന്നെ പോലെയുള്ള ആൾക്കാർ കോൺഗ്രസിന് വോട്ട് ചെയ്തത്. അങ്ങനെയുള്ളവരുടെ വോട്ട് വാങ്ങിക്കൊണ്ട് ജയിച്ച് മന്ത്രിയായ ശേഷം വർഗീയ വിഷം ചീറ്റുന്നവരുടെ കാൽക്കൽ വീണുകൊണ്ട് ആശീർവാദം വാങ്ങിക്കുന്നു. അവിടെ കൈകൾ സ്വന്തം ശിരസിൽ വെച്ചുകൊണ്ട് അനുഗ്രഹം വാങ്ങിക്കുന്നു. ഈ കാണിക്കുന്ന നെറിയേട് വർഗീയ വിഷം തൊലയട്ടെ എന്ന് വിചാരിക്കുന്ന യഥാർത്ഥ കോൺഗ്രസ്സുകാരനെ ഞാനും എന്നെ പോലെയുള്ളവരുടെയും മുഖത്ത് കരിവാരി തേക്കുന്നതിന് തുല്യമല്ലേ ഈ കാണിക്കുന്നത്? ഇതുപോലെയുള്ള കോൺഗ്രസ് മന്ത്രിമാരും കോൺഗ്രസ് നേതാക്കന്മാരുമാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ ശാപം. സ്വന്തം ജാതിയെ സ്നേഹിക്കുകയും മറ്റുള്ള ജാതിയെ തള്ളിപ്പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ കോൺഗ്രസ് പടിയടച്ച് പിണ്ടം വച്ചില്ലെങ്കിൽ കോൺഗ്രസ് ഇന്ത്യയിൽ നാമാവശേഷമാകും. കോൺഗ്രസിലെ നേതാക്കന്മാരെ ചവിട്ടി പുറത്താക്കണം. കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനം മഹാത്മാഗാന്ധിയും നെഹ്റുവും അതുപോലെ കുറെ ആൾക്കാരുടെ പ്രയത്നമാണ്. എല്ലാവർക്കും തുല്യനീതി എന്ന അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ജാതിയുടെ പേരിൽ മനുഷ്യരെ ഒറ്റപ്പെടുത്തുന്നവരുടെ ചെകിട തടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനം വളർന്നു വലുതായത്. കൊടും വർഗീയ വിഷം ചീറ്റുന്ന നീചന്മാരുടെ മുമ്പിൽ ഒരിക്കലും കോൺഗ്രസ് തോറ്റിട്ടില്ല. പക്ഷേ ഈ കാലം അത്രയും കോൺഗ്രസ് തോൽക്കാൻ കാരണം കോൺഗ്രസിനകത്തുള്ള പുഴുക്കുത്തുകൾ നിറഞ്ഞ നേതാക്കന്മാർ കാരണം മാത്രമാണ്. വർഗീയ വിഷം ചീറ്റുന്ന പുഴുക്കുത്തുകളുടെ കൂടെ നിൽക്കുന്ന കോൺഗ്രസിലെ നേതാക്കന്മാരെ ചവിട്ടി പുറത്താക്കണം. വർഗീയ വിഷം ചീറ്റുന്ന പുഴുക്കുത്തുകളെ തകർത്ത് തരിപ്പണമാക്കുവാൻ വേണ്ടിയാണ് ഇന്ത്യയിലെ കേരളത്തിലെ ജാതിഭേദമന്യേ എന്നെ പോലെയുള്ള ആൾക്കാർ കോൺഗ്രസിന് വോട്ട് ചെയ്തത്. അങ്ങനെയുള്ളവരുടെ വോട്ട് വാങ്ങിക്കൊണ്ട് ജയിച്ച് മന്ത്രിയായ ശേഷം വർഗീയ വിഷം ചീറ്റുന്നവരുടെ കാൽക്കൽ വീണുകൊണ്ട് ആശീർവാദം വാങ്ങിക്കുന്നു. അവിടെ കൈകൾ സ്വന്തം ശിരസിൽ വെച്ചുകൊണ്ട് അനുഗ്രഹം വാങ്ങിക്കുന്നു. ഈ കാണിക്കുന്ന നെറിയേട് വർഗീയ വിഷം തൊലയട്ടെ എന്ന് വിചാരിക്കുന്ന യഥാർത്ഥ കോൺഗ്രസ്സുകാരനെ ഞാനും എന്നെ പോലെയുള്ളവരുടെയും മുഖത്ത് കരിവാരി തേക്കുന്നതിന് തുല്യമല്ലേ ഈ കാണിക്കുന്നത്? ഇതുപോലെയുള്ള കോൺഗ്രസ് മന്ത്രിമാരും കോൺഗ്രസ് നേതാക്കന്മാരുമാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ ശാപം. സ്വന്തം ജാതിയെ സ്നേഹിക്കുകയും മറ്റുള്ള ജാതിയെ തള്ളിപ്പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ കോൺഗ്രസ് പടിയടച്ച് പിണ്ടം വച്ചില്ലെങ്കിൽ കോൺഗ്രസ് ഇന്ത്യയിൽ നാമാവശേഷമാകും.